ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് കാവന്നൂർ. ഇപ്പം നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നൊരു വിഷയമാണ് ഈ ക്രോം പാർട്സ് തുരുമ്പ് പിടിക്കുക എന്നുള്ളത്. അത് നമ്മളെ എങ്ങനെ ചില ആളുകൾ തുരുമ്പ് പിടിച്ചാൽ അങ്ങനെ കഴുകി കൊണ്ടെടുക്കുക, അല്ലാതെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള അറിയില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ അത് ഒഴിവാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഈ പ്രോഡക്റ്റ് എന്താണെന്നുള്ള ഞാൻ വീഡിയോയിൽ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ കൂടുതൽ തുരുമ്പ് പിടിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് അല്ലേ. ഇതൊക്കെ റെസ്റ്റാണ്, ഇതൊക്കെ കളഞ്ഞ് കൂടുതൽ തുരുമ്പ് പിടിച്ചിട്ട് തുരുമ്പ് ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോവില്ല, പിന്നെ അവിടെയുള്ള കുഴിയായി തന്നെ കിടക്കും. ഇതൊരു ചിലവില്ലാത്ത ഇതാട്ടോ, ഒരു വേസ്റ്റ് എടുക്കുക, നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്, പൈസ കൊടുക്കേണ്ട കാര്യമല്ല. തുരുമ്പ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ വെള്ളം കൂട്ടണം കേട്ടോ, കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാൻ. കുറച്ച് കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കണം തുരുമ്പില്ലെടുത്ത്. വെറുതെ തുടച്ചാൽ പോരാട്ടോ. ഇപ്പോൾ വരുന്ന BS6 വണ്ടികളെ സൈലൻസിനൊക്കെ 27,000 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെൻഡിൽ കാര്യങ്ങളൊക്കെ ഇതേമാതിരി തുരുമ്പുണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ ഇതേമാതിരി ഈ സാധനമായി കുറച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കുമ്പോൾ തന്നെ അരച്ചിട്ട് നമുക്ക് കളയാൻ കഴിയും. ഇതൊക്കെ ഇവിടെ കണ്ടോ, കുഴിയായിപ്പോയി, ആ ക്രോം പ്ലേറ്റ് പോയി. ഇതൊക്കെ തുടക്കത്തിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട്. അപ്പോൾ വീലിൻ്റെ റിമ്മാണെങ്കിലും ക്രോം പാർട്സ്, ഏതൊരു ക്രോം പാർട്സിനും ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വീഴില്ല. ഇതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ തുരുമ്പ് അല്ലേ. ഇവിടെ കണ്ടില്ലേ, തുരുമ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതൊക്കെ പൂർണ്ണമായിട്ടും പോകും. ഇതൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ ഇതിനൊന്നും നിങ്ങൾ പൈസ മുടക്കിയിട്ട് പുറത്ത് കൊണ്ട് മിഷൻ വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ, നിങ്ങളെ ലോക്കൽ ഏരിയ സാധനം അവൈലബിൾ ഇല്ല അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, അത് വാങ്ങി ചെയ്താലും മതി. അത് പിന്നെ പൈസ കൊടുക്കേണ്ടി വരും. തുരുമ്പ് കൂടുതലുള്ളിടത്ത് കുറച്ച് നേരം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ആയിട്ട് അരച്ചു കൊടുക്കുക കേട്ടോ. പൗഡറിന് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂട്ടി അരച്ചതിന് ശേഷം കുറച്ച് ഡ്രൈ ആയിട്ട് ഇത് വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഉരുകി പിടിച്ചതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉരുകി പിടിച്ചതാണെങ്കിലും ഒരു ബ്ലേഡ് എടുത്തിട്ട്
ഇത് ചേർന്ന സമയത്ത് സൈലൻസർ കുറച്ചൊരു ചൂടോട് കൂടി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് ചൂടോട് കൂടി പ്ലാസ്റ്റിക്കിനെ ചുരണ്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകട്ടോ. റബ്ബറിന്റെ ചെരുപ്പിന്റെ ഇതൊക്കെ അതാണ്. അവിടെ പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ തൂക്കിയിട്ടിട്ട് അതിന്റെ മുകളിലൊക്കെ ഉരുക്കി പിടിക്കുന്ന സൈലൻസറിന്റെ ബെൻഡിലൊക്കെ അതൊക്കെ അങ്ങനെ കളിയാ. തുരുമ്പ് എത്രത്തോളം ഹാർഡാണ് അതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ വർക്കിന്റെ ഒരു ഈസിയായി മാറും. ഇവിടെ തുരുമ്പ് കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ 1-2 പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. നമ്മൾ ഈ തുടക്കത്തിൽ വീലിന്റെ റിം അതേമാതിരി സൈലൻസറൊക്കെ ഇതേമാതിരി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒക്കെ തുരുമ്പ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. അതിത്രേ ചെയ്യുന്നുള്ളൂ. പിന്നെയും തുടച്ചാൽ നല്ല അതേമാതിരി ഗ്ലേസിങ് നല്ല വൃത്തിയിൽ കിട്ടും. അപ്പൊ ഏതൊരു ക്രോം പാർട്സ് ആണെങ്കിലും നമ്മള് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ഈ പ്രോഡക്റ്റ് എന്താന്ന് വെച്ചാല് കാർബൈഡ് ആണ് കേട്ടോ. നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന കാർബൈഡ് ആണത്. അതിൻ്റെ ഒരു വേസ്റ്റേജ് ആണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാർബൈഡിൻ്റെ വേസ്റ്റ് നിങ്ങൾക്ക് തരും. അത് വെറുതെ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമല്ല. അത്രയും തുരുമ്പുള്ള സംഗതിയാണ് നമ്മൾ ഇങ്ങനെ ഈ സ്റ്റേജിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ സാധനം പൗഡർ കാർബൈഡാണ്. കാർബൈഡിൻ്റെ വേസ്റ്റേജ് ആണത്. അപ്പോൾ ഗ്യാസ് വെൽഡിലെടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കാർബൈഡിൻ്റെ വേസ്റ്റ് തരുക വെച്ചാൽ പൗഡർ നിങ്ങൾക്ക് വീട്ടിൽ ഇത് കൊണ്ടുപോയേക്കാം. എന്നിട്ട് ഒരു വേസ്റ്റ് വേസ്റ്റ് വാങ്ങിച്ചിട്ട് തുടച്ചെടുക്കുക. ഇതാണ് സംഗതി. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് അവിടെ അടുത്തൊന്നും ഗ്യാസ് വെൽഡിങ്ങിന് അടുത്ത് നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ NC റബ്ബിങ് കിട്ടും. അത് പെയിന്റ് ഷോപ്പ് പോയി കഴിഞ്ഞാൽ ഓട്ടോ പെയിന്റ് ഷോപ്പിൽ എല്ലാ പെയിന്റ് ഷോപ്പിലും NC റബ്ബിങ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടും. 50 രൂപയ്ക്ക് NC റബ്ബിങ് കോമ്പൗണ്ട് വാങ്ങിച്ചാൽ മതി. അത് ഇതേ റിസൾട്ട് തരും. അപ്പം അത് വാങ്ങിയിട്ട് ഇതേമാതിരി അത് പിന്നെ കുറച്ചൊരു പേസ്റ്റ് രൂപത്തിലുണ്ടാവുക. അത് വരച്ച് കഴിഞ്ഞാലും കറക്റ്റ് എല്ലാ സാധനവും ക്ലീൻ ആവുന്നതാണ്. അവർ വൃത്തിയായി ചെയ്യാൻ പറ്റും. ഈ 2 പ്രോഡക്റ്റ് ഇത് നമുക്ക് പൈസ ചിലവില്ലാത്തൊരു സംഗതിയാണ്. മറ്റേത് 50 രൂപയുടെ ചിലവുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 2 പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീലിൻ്റെ റിമ്മ് ക്രോം പാർട്സ് എല്ലാ സംഗതികളും വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.